ഇപ്പോൾ മാത്യു കുഴൽനാടൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. മാത്യു കുഴൽനാടൻ, ശരിക്കും ഈ RBI ഇതിനകത്തൊരു ചട്ടലംഘനമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ EDക്ക് ഇതിനകത്തൊരു ചട്ടലംഘനമുണ്ട് എന്നുള്ള തീരുമാനമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഞാനിപ്പോ നമുക്ക് ഈ TV ചാനലിൽ ഫോണിലൂടെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു, RBIയുടെ അനുമതി ഉണ്ടെന്ന്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഞാൻ ഈ RBI ഇഷ്യൂ ചെയ്ത കടലാസ് ഞാൻ നോക്കിയിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും പരിശോധിച്ചിട്ടുള്ളതും ആണെന്ന നിലയിൽ പറയാണ്, ഒരു ഒറ്റ പേപ്പറിലുള്ള ഒരു NOC ഇഷ്യൂ ചെയ്തതിനെ കുറിച്ച്. അതിപ്പോ നിങ്ങളിപ്പോ 24 ന്യൂസുകാർ അപേക്ഷിച്ചാലും ഇപ്പൊ ഞാൻ അപേക്ഷിച്ചാലും അല്ലെങ്കിൽ ആര് കൊടുത്താലും നോർമലി നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള NOC ആണ് RBI കൊടുക്കുന്നത്. അത് എനി ഡിക്കൻ ഹാരി കൻ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അതിനെ വെച്ചിട്ടാണ് RBI അനുമതി ആൻഡ് കൺസെന്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. പ്ലീസ് അത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ RBI മസാല ബോണ്ട് വിദേശത്ത് ലിസ്റ്റ് ചെയ്യുന്നതിന് ഇത് കൊടുത്തിട്ട് RBIക്ക് അത് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലുള്ള ഒരു കാര്യം ചെയ്യാൻ RBIക്ക് അനുവദിക്കാൻ പറ്റുമോ? ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 293 വളരെ വ്യക്തവും കൃത്യവുമായി. ഇനിയിപ്പോ ഈ ചർച്ച കേൾക്കുന്ന ആർക്കെങ്കിലും അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും എടുത്ത് വായിച്ചാൽ മതി. ബേസിക് ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന പ്ലെയിൻ ആയിട്ടുള്ള ലാംഗ്വേജിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സംസ്ഥാനത്തിനും, ഇന്ത്യയിലുള്ള ഏതൊരു സംസ്ഥാനത്തിനും കടമെടുക്കാനുള്ള അവകാശാധികാരങ്ങൾ ഉള്ളത് ഇന്ത്യൻ ടെറിട്ടറിക്കകത്തുനിന്ന്, അതായത് ഇന്ത്യയുടെ അതിർത്തിക്കകത്തു നിന്നാണ് അവർക്ക് ഇത് എടുക്കാനുള്ള അവകാശാധികാരം ഉണ്ടെന്ന് പ്ലെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുക. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ RBIക്ക് പുറത്തുപോയി എടുക്കാനുള്ള അനുമതി കൊടുക്കാൻ പറ്റുമോ? RBIക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പുറത്തുനിന്ന് റിസീവ് ചെയ്യുന്ന പൈസ, ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസീവ് ചെയ്യാനുള്ള പെർമിഷനാണ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ദേ കനോട്ട് ട്രാവൽ ബിയോണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇതൊക്കെ ചുമ്മാ വെറുതെ ഇതുപോലുള്ള വാദങ്ങൾക്ക് നമ്മൾ എന്ത് രീതിയിലാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സോ അബ്സല്യൂട്ട്ലി ഒരു സെൻസുള്ള ആർഗ്യുമെന്റ് അല്ല അദ്ദേഹം പറഞ്ഞത്, നമ്പർ 1. കാരണം യഥാർത്ഥത്തില് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കേണ്ടതും അറിയേണ്ടതും ആയ കാര്യം, ഈ സംസ്ഥാന സർക്കാർ ഏത് കോണ്ടക്സ്റ്റിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു റൂട്ട് സ്വീകരിച്ചത്? 9.1% പലിശയ്ക്ക് വിദേശ മാർക്കറ്റിൽ നിന്നും പൈസ എടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഈ മസാല ബോണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് ആരാണ്? അതെങ്കിലും ഈ കോണ്ടക്സ്റ്റിൽ ഇവർ പറയണ്ടേ? ഞാൻ MLA എന്ന നിലയിൽ കത്ത് കൊടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഒരു RTA ഫയൽ ചെയ്തിട്ട് ആ വിശദാംശങ്ങൾ ഡൈവേൾജ് ചെയ്യാൻ പറ്റില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. ഇപ്പൊ കേരളത്തിന് പൈസ കടമായി നൽകിയത് അല്ലെങ്കിൽ കേരളം വാങ്ങിയത് ആരിൽ നിന്നാണ്, കേരളത്തിന് തന്നത് ആരാണ് എന്ന് പറയുന്നതിൽ എന്താണ് തടസ്സം? അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ മസാല ബോണ്ടിൽ മറ്റ് ഇൻട്രസ്റ്റുകൾ ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ വെളിപ്പെടും. കാരണം മലയാളികൾക്ക് പരിചയമുള്ള പേരുകളും കമ്പനികളും മറ്റ് പല പ്രധാനികളുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇതിന്റെ ഇൻവോൾവ് ആയിട്ടുള്ളത്. അല്ലാതെ വേറെ ആരും വന്നില്ല. അപ്പൊ പിന്നെ ഇതെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് വിദേശത്തൂടെ ഈ പൈസ റൂട്ട് ചെയ്ത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു അന്വേഷണത്തിലാണ് പ്രസക്തിയുള്ളൂ. ഫെമയുടെ വയലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാച്ചുറലി ഒരുപക്ഷെ ഫെമ അംഗീകാരം എടുക്കാതെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഒരു സ്റ്റേറ്റിന്റെ ഇൻസ്ട്രുമെന്റാലിറ്റിയാണ് കിഫ്ബി എന്ന് പറയുന്നത്. അപ്പൊ അതിനേക്കാളും ഗൗരവമുള്ള വിഷയങ്ങൾ നടക്കുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് കാലങ്ങളായി സർക്കാർ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്നില്ല. സോ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ മസാല ബോണ്ടിന്റെ ഇഷ്യൂൻസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷെ ED അന്വേഷണത്തിൽ ഞാൻ വലിയ അമിതാവേശം കാണുന്നില്ല. കാരണം ED ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ചിട്ട് ED ഒരു കാര്യത്തിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അന്വേഷണം നടത്തുകയോ കാതലെ തൊടുന്ന ഒരു അന്വേഷണം ഇന്നുവരെ ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ എത്ര കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വന്നു. സ്വർണ്ണക്കടത്ത് വന്നു, അതിനുശേഷം മാസപ്പടി വന്നു. ഇതിൻ്റെ അകത്തൊക്കെ സ്പീക്കിംഗ് എവിഡൻസ്, ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകൾ പ്രളയം പോലെ ചുറ്റുമുണ്ടായിട്ടും ED സ്പർശിച്ചില്ല അവരെ. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ മകനൊരു നോട്ടീസ് അയച്ചില്ല എന്നും EDയുടെ വെബ്സൈറ്റിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തായിട്ടുള്ള രേഖയും കാണുന്നില്ല. ആ നോട്ടീസിന് എന്ത് സംഭവിച്ചു? അത് ആദ്യമായി പോയോ? നോട്ടീസ് പിൻവലിച്ചോ? അതേ അയാൾ ഹാജരായോ? ആരും ഒന്നും പറയുന്നില്ല. സോ ഇത് അടിമുടി EDയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അമിതമായിട്ടുള്ള ആവേശവും പ്രതീക്ഷയില്ല. ED ഈസ് ആക്ടിങ് ആസ് എ പൊളിറ്റിക്കൽ നെഗോഷിയേറ്റർ. അതാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ട് കണ്ടാലും മതി. താങ്ക് യു മാത്യു കുഴൽനാടൻ MLA.
എന്തായാലും ED അയച്ച നോട്ടീസിൽ വളരെ ആത്മാർത്ഥതയോടെയാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.